പിന്നെ ഇന്നത്തെ ഐറ്റം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ബീട്രൂട്ട് രസമാണ്. രസം ഇങ്ങനെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുമോ? പൊതുവേ ബീട്രൂട്ടിനോട് പലർക്കും താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ തോരൻ വെക്കും, ഉപ്പേരി, അതുപോലെ പച്ചടി ഒക്കെ ഉണ്ടാക്കും. പക്ഷെ ഇതുപോലെ ഒന്ന് രസം ഉണ്ടാക്കി നോക്കൂ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും കേട്ടോ. ബീട്രൂട്ടിൻ്റെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ, അതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു പഴുത്ത തക്കാളി നടുമുറിച്ചിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം വേണ്ട, അത് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് 2 വിസിലടിക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ രസം ഉണ്ടാക്കുന്നത് പോലെ കുരുമുളക്, നല്ല ജീരകം, കടുക് ഇവൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് കുരുമുളക് എരിവിനനുസരിച്ച് ഇനി കൂട്ടാം കേട്ടോ. പിന്നെ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം, ഉണക്കമുളക് ആഡ് ചെയ്യാം. ഇപ്പം നമുക്ക് എരിവ് ഇത്രയും മതി, കുട്ടികൾക്കൊക്കെ കഴിക്കേണ്ടതാണ്, അതുകൊണ്ട് ഇത്ര എരിവ് മതി. ഇതന്നെ അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ചെറിയുള്ളി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചൂടാറാൻ വെച്ചിരിക്കുന്ന തക്കാളി എടുക്കുക. തക്കാളി എടുത്തതിന് ശേഷം അതിൻ്റെ പുറം ഭാഗത്തുള്ള തൊലി ഒന്ന് എടുത്ത് കളയണം കേട്ടോ. ശേഷം അതൊന്ന് ഉടച്ചു കൊടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് അരയ്ക്കരുത്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതിയാകും. പിന്നെ നമ്മൾ ചൂടാറിയിരിക്കുന്ന ബീട്രൂട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തോളൂ കേട്ടോ. അരയ്ക്കുമ്പോൾ നമ്മൾ ബീട്രൂട്ട് വേകാനെടുത്ത ആ ഒരു വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ. ഈ ഒരു രസം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു രസം കൂട്ടിയിട്ട് തന്നെ നമുക്ക് വയറ് നിറയെ ചോറുണ്ടാം കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കണം. ശേഷം ഇതേ ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് ഉലുവ ചേർത്ത് പൊട്ടിക്കണം കേട്ടോ. പിന്നെ കുറച്ച് കടുകൂടെ ചേർത്ത് കൊടുക്കുക. ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കുക. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറിയുള്ളി ഇട്ട് കൊടുക്കുക, ഒന്ന് വഴറ്റി കൊടുക്കുക. ശേഷം നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക്, നല്ല ജീരകം, കടുകിൻ്റെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് നേരം ഇട്ട് വഴറ്റണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുക കേട്ടോ. രസം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും കേട്ടോ. പിള്ളേർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബീട്രൂട്ടാന്ന് പറഞ്ഞപ്പോൾ ആദ്യം മക്കൾക്ക് കഴിക്കാനൊരു മടി ഉണ്ടായിരുന്നു, പക്ഷെ കഴിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ അവരും ബീട്രൂട്ട് രസത്തിൻ്റെ ആൾക്കാരാണ് കേട്ടോ. അരച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ആ ഒരു കൂട്ട് ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. കൂടെ നമ്മൾ ഉടച്ചെടുത്തിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുക. പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാനിത് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട, അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ശേഷം ഉപ്പ്, എരിവ്, പുളി ഒന്ന് നോക്കുക കേട്ടോ. കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവായിട്ട് എനിക്ക് തോന്നി, അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക. ഒരുപാട് നേരം രസം തിളപ്പിക്കണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് തിള വന്നാൽ മതി. ശേഷം നമ്മൾ ആവശ്യത്തിന് മല്ലി ഇല കൂടെ ഇട്ട് കൊടുക്കുക. ഉച്ചയൂണിലേക്കുള്ള വളരെ എളുപ്പവും രുചികരവുമായ ബീട്രൂട്ട് രസം തയ്യാറായിട്ടുണ്ട് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർക്കും ഈ ഒരു രസം ഇഷ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു രസം ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.